ആര്യ ഓണം എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളാണ്, പ്രത്യേകിച്ച് ഒരു കളർഫുൾ ഓർമ്മകളാണ് അല്ലേ. ഓണം എന്ന് പറയുമ്പോൾ അത്തപ്പൂക്കളം ഇടുക, സദ്യ, നമ്മുടെ പുതിയ ഓണക്കോടി മേടിക്കുക, വീട്ടുകാരെല്ലാവരും ഒന്നിച്ച് കൂടുക, കുടുംബവാടും കസിൻസും, അങ്ങനെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ്. അതോടൊപ്പം തന്നെയാണ് ഈ അത്തച്ചമയം എന്ന് പറയുമ്പോഴും പ്രത്യേകിച്ച് എറണാകുളംകാർക്ക്, തൃപ്പൂണിത്തറക്കാർക്കൊക്കെ വലിയ ആഘോഷത്തിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇന്നത്തെ ദിവസം. ഇവിടെ അത്തച്ചമയ ആഘോഷത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളുമൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തവണയും അതിഗംഭീരമായിട്ടാണ് അത്തച്ചമയം തൃക്കാക്കര നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്കത് ചുറ്റും കാണാം. ഇവിടെ പുലികളിക്കുള്ള ആളുകളൊക്കെ റെഡിയായി. എല്ലാ വർഷവും പുലിക്കളിക്കുള്ള ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. ഇത്തവണയും മുടങ്ങാതെ അവരെത്തി. ഒപ്പം വെറൈറ്റി ആയിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ഒരുപാട് കാവടി ഉൾപ്പെടെ നിശ്ചല ഫ്ലോട്ടുകൾ, അങ്ങനെ ചെണ്ടമേളം, അങ്ങനെ എല്ലാ കലാരൂപങ്ങളും ഒക്കെ ചേർത്ത് അണിനിരത്തിക്കൊണ്ടുള്ള വലിയൊരു ആഘോഷം തന്നെയാണ് ഇത്തവണയും ഈ അത്തച്ചമയ ആഘോഷത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയിരിക്കുന്നത്. രാവിലെ 9 മണിക്കായിരിക്കും ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം. MP രാജേഷ് ആയിരിക്കും, മന്ത്രി MP രാജേഷാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്, ഈ ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നടൻ ജയറാമുമായിരിക്കും. അങ്ങനെ വലിയ ആഘോഷങ്ങൾക്കുള്ളൊരു തുടക്കമാണ്. ഇനി 10 ദിവസം മലയാളികൾ ഓണത്തിലേക്ക് കടക്കാൻ, ആ തിരുവോണം ഉണ്ണാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരിക്കും. സാധനങ്ങൾ മേടിക്കുക, അത്തപ്പൂക്കളം ഒരുക്കുക, അങ്ങനെ വലിയ ആഘോഷത്തിൻ്റെ ഒരു 10 നീണ്ട ദിവസമായിരിക്കും ഇനി നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ പുലികളിക്കുള്ള ആളെ ഇത് ഒരുക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നാണോ? എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, ഇവിടെ ആദ്യമായിട്ടാ പുലികളിക്ക് പോകാറുണ്ട്. ആദ്യമായിട്ടാണ്. അത്തച്ചമയം ആദ്യമായിട്ടാണ്. ടിവിയിൽ കൂടിയൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള ഒരു സന്തോഷം, എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇന്നലെ എപ്പോ എത്തി? ഇന്നലെ പുലർച്ചെ എത്തി. അപ്പൊ ഇവിടെ ഒക്കെ കറങ്ങി കാണാൻ പറ്റില്ല, വന്നത് വരയ്ക്കാൻ നിൽക്കാണ്. കാണാനുള്ള സമയം കിട്ടിയില്ല. പേരെന്തായിരുന്നു? പേര് വിഷ്ണു. നിങ്ങൾ എത്ര പേരായിട്ടാ വന്നത്? ഞങ്ങൾ 20 പേര്. ഏതാ സംഘത്തിന്റെ? വിയൂർ യുവജന സംഘം. നിങ്ങൾ തന്നെയാണ് തൃശ്ശൂരും? തൃശ്ശൂരും. എത്ര വർഷമായി ഇപ്പൊ പുലികളി? ഒരു 2 വർഷം. 2 വർഷമായിട്ട്. കഴിഞ്ഞ വർഷം തൃശ്ശൂര്. അങ്ങനെ 2 വർഷമായിട്ട് പുലികളി കെട്ടുന്ന ആളാണ്. ഇങ്ങനെ പുലിയുടെ പെയിന്റിംഗ് ഒക്കെ നടക്കുകയാണ്. ചേട്ടാ, എത്ര വർഷമായി ഇവിടേക്ക്? ഞാൻ ഇവിടെ 5 വർഷമായി. 29 വർഷമായിട്ട് പുലിക്കളി രംഗത്തുണ്ട്. ഇന്ത്യയിലെ ഡൽഹിയും പഞ്ചാബ് ഒഴികെ എല്ലാ സ്റ്റേറ്റിലും പുലിക്കളിയായിട്ട് പോയിട്ടുണ്ട്. ഏകദേശം 500ഓളം വർഷങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എങ്ങനെയുണ്ട് അത്തച്ചമയം എന്ന് പറയുമ്പോൾ? ഞാനിപ്പോൾ ഞങ്ങളുടെ പുലിക്കളിയുടെ സ്റ്റാർട്ടിങ് അത്തച്ചമയത്തിലാണ്. അത്തച്ചമയം തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി 15 ദിവസവും ഇനി പുലിക്കളിയിൽ തന്നെയാണ്. തിരുവോണത്തുനിന്ന് വരെ കളി ഞങ്ങൾക്കുണ്ട്. ഈ തവണത്തെ പുതുമ എന്ന് പറഞ്ഞാൽ അത്തച്ചമയത്തിന് ആദ്യമായിട്ടാണ് പുലി പാതുകം കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ തവണ തൃശ്ശൂർ പുലിക്കളിക്ക് ഫസ്റ്റ് കിട്ടിയ ടീമാണ് വിയൂർ യുവജന സംഘം. ഞങ്ങളവിടെ പുലിപ്പാതുകവും ഗ്ലൗസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ തവണ ഇവിടെ പുലിപ്പാതുകം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇത് ക്രോക്സിലാണല്ലേ ചെയ്തിരിക്കുന്നത്? പുലി ക്രോക്സ് ഇട്ട് വരുന്ന പുലികളെ നമുക്ക് ഇവിടെ ഇത്തവണത്തെ അത്തച്ചമയത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ ക്രോക്സ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിലെല്ലാം പല ഡിസൈൻ ഉണ്ട് കേട്ടോ. ആര്യ, നമുക്ക് കാണാൻ തന്നെ എന്ത് രസമല്ല ഈ പുലിയുടെ ഡിസൈനൊക്കെ ആയിട്ട്. നിങ്ങൾ എത്ര പേരെ? 20 പേര്. 20 പേരടങ്ങുന്ന സംഘമാണ്. നിങ്ങൾ തന്നെയാണ് തൃശ്ശൂരും? തൃശ്ശൂർ ഞങ്ങൾ യുവജന സംഘം തന്നെ. ഒപ്പം തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും വിയൂർ യുവജന സംഘം പുലിക്കളി ടീമിന്റെ ഓണാശംസകൾ. ചേട്ടാ, എത്ര നാളായി? 3 വർഷം. ഇതെങ്ങനെയാണ് ഇത് വയറ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നല്ല ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ്? ഫുഡ് സാധാരണ കഴിക്കുന്നത് കുഴപ്പമില്ല, പ്രത്യേകിച്ച് അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. ഇവിടെ ആദ്യമായിട്ടാണോ? ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോ? കുഴപ്പമില്ല, ആൾക്കാർക്ക് സന്തോഷമുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് പരിപാടി മൊത്തത്തിൽ കാണാനും കാവടികൾ കണ്ടു. ബാക്കി നല്ലൊരു ആഘോഷമായിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് സന്തോഷമുണ്ട് അതിൽ. നമ്മൾ പുലിക്കളിയുടെ ഭാഗമായിട്ട് വന്നിരുന്നു. അപ്പോൾ അവസാന മേക്കപ്പിന്റെ അവസാന വട്ട ഫിഗറിഞ്ഞുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു കോട്ടിങ് കഴിഞ്ഞിട്ടുള്ളൂ. പ്രത്യേക പുലി എന്തെങ്കിലും ഉണ്ടോ? അത് എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ തന്നെയാണ്? അല്ലല്ല, വരയൻ പുലികളുണ്ട്, പിന്നെ പുള്ളിപ്പുലി, പിന്നെ കളേഴ്സ് വ്യത്യാസമുണ്ട്. പച്ചപ്പുലി, വെള്ളപ്പുലി, കരിമ്പുലി, അങ്ങനെ വ്യത്യസ്തമായിട്ടുണ്ട്. നിങ്ങൾ ഒരു സംഘം മാത്രമേ വന്നിട്ടുള്ളൂ അതോ തൃശ്ശൂരിൽ നിന്ന് വേറെ ആൾക്കാർ വന്നു? തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളൊരു മൊത്തമായിട്ട് ഒരു സംഘം വന്നിട്ടുള്ളൂ. 20 പേരടങ്ങുന്ന സംഘം.
അങ്ങനെ പലതരം പുലികളുണ്ട്, പല വേഷങ്ങളൊക്കെ അവരെന്തായാലും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറൊരു അടിപൊളി പുലിയെ കാണാം, അതും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വർഷമായി? 20 വർഷമായി. 20 വർഷമായി. ഇവിടെ എത്രാമത്തെ വർഷം? ഇവിടെ ഇപ്പോ 3-ാമത്തെ വർഷം. എങ്ങനെയാണ് ഈ അത്തച്ചമയ പുലിക്കളി എന്ന് പറയുമ്പോൾ? സുധിയേട്ടൻ തൃശ്ശൂർ പുലിക്കളിക്ക് ലോറിയിൽ നിൽക്കുന്ന 2 പുലികളാണ് ഇദ്ദേഹം. 2 പുലി. കഴിഞ്ഞ പ്രാവശ്യം 2024 തൃശ്ശൂർ പുലിക്കളിക്ക് 1ാം സ്ഥാനം ലഭിച്ച ടീമാണ് നമ്മൾ കഴിഞ്ഞ പുലിക്കളിക്കാണ് ആദ്യമായിട്ട് പുലിപ്പാതുകം, അതുപോലെ പുലിയുടെ ഗ്ലൗസ് നഗുള്ളത്. അതുപോലെ തന്നെ ഈ വർഷം ഞങ്ങൾ ഈ സീസൺ ആരംഭിക്കുന്നത് അത്തച്ചമയ പരിപാടിയാണ്. അവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ പുതിയ മുഖം പുതിയ പാതുകം, അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യം ഈ അത്തച്ചമയത്തിൽ നിന്ന് തുടങ്ങണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയൊരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പുലി വരയിലും പുലി മുഖങ്ങളിലും ഒക്കെ വ്യത്യസ്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളത് ഓരോ വർഷം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്, ഓരോ വർഷവും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തരത്തിലുള്ള പുലികൾ, അത് അടിക്കുന്ന കളറിലായിക്കോട്ടെ. ഒപ്പം തന്നെ ഈ പാതുകവും നഖവും ഗ്ലൗസ് അതും കൊണ്ടുവന്നത് വലിയ ഒരു പ്രത്യേകതയായി തന്നെ തോന്നുന്നുണ്ട്. നമ്മൾ അധികം ഈ പാതുകം ഇട്ടുകൊണ്ട് നടക്കുന്ന പുലിനെ നമ്മൾ കണ്ടിട്ടില്ല. അതും വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആര്യ. ഇവിടെ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് വരും മണിക്കൂറിലൊക്കെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അതേ നമ്മുടെ ഡാഗിനി അമ്മൂമ്മ ഇവിടെ നിൽപ്പുണ്ട്. ഇത് നമ്മുടെ നമ്മൾ പണ്ട് വായിച്ച മായാവിയൊക്കെ ഓർമ്മ വരുന്നു. മായാവിയുടെ കഥകളൊക്കെ ഡാഗിനി അമ്മൂമ്മ അപ്പൂപ്പനും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഇതേ കുട്ടിച്ചാത്തനും മായാവി ഉണ്ട്. നമുക്ക് അവരോടും ചോദിക്കാം. കുട്ടിച്ചാത്തനും മായാവിയൊക്കെ കണ്ട എന്താ രസമല്ല ഇതൊക്കെ കാണാം. ഇത് തന്നെയാണ് ആര്യ ഈ അത്തച്ചമയത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അയ്യോ കുത്തല്ലേ, എന്താ പേര്? പ്രസവ്. ഇത് കൊള്ളാലോ. ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ വേഷത്തില്? ഇല്ല, ഇതിനു മുമ്പ് ഒരിക്കൽ പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഉണ്ട്. മുഖം കാണിക്കാൻ പറ്റുമോ? ഏടാ നമ്മുടെ ലുട്ടാപ്പിയുടെ മുഖം. ഇതാണ് ലുട്ടാപ്പി. എവിടെ മുമ്പ് എവിടെ ചെയ്തിട്ടുണ്ട് ഇത്? തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ്? തമിഴ്നാട്ടിൽ നിന്നാണോ വരുന്നത്? അല്ല, എവിടെ വീട് എവിടെയാ? വെള്ളറടാ. തമിഴ്നാട്ടിലും ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് അത്തച്ചമയത്തിൽ വരുന്നത്. എങ്ങനെയുണ്ട് ഇവിടെ കണ്ടിട്ട്? വൈബൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഹായ് മായാവി. എന്താ മായാവിയുടെ പേര്? വിജിത്ത്. ഇത് എത്രാമത്തെ പ്രാവശ്യം ഇങ്ങനെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്? പ്രോഗ്രാംസ് ചെയ്യുന്നു. ഉത്സവങ്ങളിലൊക്കെ ഉണ്ടാവും അല്ലേ? എങ്ങനെയുണ്ട് ഇവിടത്തെ വന്നിട്ട് അത്തച്ചമയം? വൈബായി വരുന്നതേ ഉള്ളൂ അല്ലേ? വെയിറ്റ് ഇല്ലേ ഇതിങ്ങനെ കെട്ടി വെച്ചിട്ട് നിൽക്കാൻ? വലിയ വെയിറ്റ് വരത്തില്ല, ചെറിയൊരു ഹീറ്റ് ആവുന്നു. ചെറിയ ഹീറ്റ് ഉണ്ട് അല്ലേ?